8/6/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 15/11/2005 മധുബൻ. സത്യമായ ഹൃദയത്തോടെ ബാബയുടെയും പരിവാരത്തിൻ്റെയും സ്നേഹിയായി പ്രയത്നമുക്തം ആകുന്നതിൻ്റെ വാഗ്ദാനം ചെയ്യൂ, നേട്ടം എടുക്കൂ. ഇന്ന് ബാബ്ദാദ തൻ്റെ 4 ഭാഗത്തുമുള്ള ശ്രേഷ്ഠ സ്വരാജ്യ അധികാരിയും സ്വമാനധാരികളുമായ കുട്ടികളെ നോക്കുകയാണ്. ബാബ കുട്ടികൾക്ക് തന്നെക്കാളും ഉയർന്ന സ്വമാനം നൽകിയിരിക്കുന്നു. ഓരോ കുട്ടിയെയും പാദങ്ങളിൽ വീഴുന്നതിൽ നിന്നും മോചിപ്പിച്ച് ശിരസിലെ കിരീടമാക്കി മാറ്റി. സ്വയം തന്നെ സദാ പ്രിയപ്പെട്ട കുട്ടികളുടെ സേവാധാരിയാണ് എന്ന് പറഞ്ഞു. ഇത്രയും വലിയ അതോറിറ്റിയുടെ സ്വമാനം കുട്ടികൾക്ക് നൽകി. അപ്പോൾ ഓരോരുത്തരും സ്വയം ഇത്രയും സ്വമാനധാരിയായി മനസ്സിലാക്കുന്നുണ്ടോ? സ്വമാനധാരിയുടെ വിശേഷ ലക്ഷണം എന്തായിരിക്കും? ആര് എത്ര സ്വമാനധാരിയായിരിക്കുമോ അത്രയും തന്നെ സർവർക്കും ബഹുമാനം നൽകുന്നവരായിരിക്കും. എത്രത്തോളം സ്വമാനധാരി അത്രയും തന്നെ വിനയമുള്ളവരും സർവരുടെ സ്നേഹിയും ആയിരിക്കും. സ്വമാനധാരിയുടെ അടയാളമാണ് ബാബയ്ക്ക് പ്രിയം, അതിനോടൊപ്പം സർവർക്കും പ്രിയം. പരിധിയുള്ള പ്രിയം അല്ല, പരിധിയില്ലാത്ത പ്രിയം. ഏതുപോലെ ബാബ സർവർക്കും പ്രിയപ്പെട്ടതാണ്. 1 മാസത്തെ കുട്ടിയായാലും ശരി, ആദിരത്നമായാലും ശരി, എന്നാൽ ഓരോരുത്തരും അംഗീകരിക്കുന്നു, ഞാൻ ബാബയുടേത്, ബാബ എൻ്റേത്. ഇതാണ് സർവർക്കും പ്രിയപ്പെട്ട സ്ഥിതിയുടെയും ശ്രേഷ്ഠ സ്വമാനത്തിൻ്റെയും അടയാളം. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ ഫാദറിനെ ഫോളോ ചെയ്യുന്നവരാണ്. നോക്കൂ, ബാബ ഓരോ വിഭാഗത്തിലുള്ള കുട്ടികൾക്കും, ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധർക്ക് സമ്മാനമായ കുട്ടികൾക്കും സ്വമാനം നൽകി. യൂത്തായവർക്ക് വിനാശകാരിയിൽ നിന്നും വിശ്വമംഗളകാരിയുടെ സ്വമാനം നൽകി മഹാൻ ആക്കി മാറ്റി. പ്രവൃത്തിയിലുള്ളവരെ മഹാത്മാക്കളായും വലിയ വലിയ ജഗദ്ഗുരുവിനേക്കാളും ഉയർന്നവരായി. പ്രവൃത്തിയിലിരിക്കവേ പരവൃത്തിയുള്ളവർ മഹാത്മാക്കളെ പോലും ശിരസ് കുനിയിക്കുന്നവർ ആക്കി മാറ്റി. കന്യകമാർക്ക് ശിവശക്തി സ്വരൂപത്തിൻ്റെ സ്വമാന ഓർമ്മ വരുത്തി ആക്കി മാറ്റി. വൃദ്ധരായവർക്ക് ബ്രഹ്മബാബയുടെ സമാന വിഭാഗത്തിലുള്ള അനുഭവിയുടെ സ്വമാനം നൽകി. ഇതേപോലെ തന്നെ സ്വമാനധാരികളായ കുട്ടികൾ ഓരോ ആത്മാവിനെയും ഇങ്ങനെ സ്വമാനത്തിലൂടെ നോക്കും. കേവലം നോക്കുക മാത്രമല്ല, എന്നാൽ സംബന്ധ സമ്പർക്കത്തിൽ വരും. കാരണം സ്വമാനം ദേഹാഭിമാനം ഇല്ലാതാക്കുന്ന ഒന്നാണ്. എവിടെ സ്വമാനം ഉണ്ടായിരിക്കുമോ അവിടെ ദേഹത്തിൻ്റെ അഭിമാനം ഉണ്ടായിരിക്കില്ല. ദേഹാഭിമാനം ഇല്ലാതാക്കാനുള്ള വളരെ സഹജ ഉപാധിയാണ് സദാ സ്വമാനത്തിൽ ഇരിക്കണം. സദാ ഓരോരുത്തരെയും സ്വമാനത്തിലൂടെ നോക്കണം. കാലാൾ ആയിക്കൊള്ളട്ടെ, 16,000-ൻ്റെ മാലയിലെ ലാസ്റ്റ് നമ്പറിലുള്ളവരും ആയിക്കൊള്ളട്ടെ. എന്നാൽ ലാസ്റ്റ് നമ്പറിൽ പോലും ഡ്രാമ അനുസരിച്ച് ബാബയിലൂടെ ഏതെങ്കിലുമൊക്കെ വിശേഷതയുണ്ട്. സ്വമാനധാരി വിശേഷതയെ കണ്ട് സ്വമാനം നൽകുന്നു. അവരുടെ ദൃഷ്ടിയിൽ, വൃത്തിയിൽ, കൃതിയിൽ ഓരോരുത്തരുടെയും വിശേഷത അടങ്ങിയിട്ടുണ്ട്. ആരെല്ലാം ബാബയുടേതായോ അവർ വിശേഷ ആത്മാവാണ്. നമ്പർ വൈസ് ആണെങ്കിലും. എന്നാൽ ലോകത്തിൽ കോടിയിൽ ചിലരാണ് ഇങ്ങനെ സ്വയം എല്ലാവരും വിശേഷ ആത്മാവായി മനസ്സിലാക്കുന്നുണ്ടോ? സ്വമാനത്തിൽ സ്ഥിതി ചെയ്തിരിക്കണം, ദേഹാഭിമാനത്തിലല്ല. സ്വമാനം. ബാബയ്ക്ക് ഓരോ കുട്ടിയോടും സ്നേഹമുണ്ട്. എന്തുകൊണ്ട്? കാരണം ബാബ അറിയുന്നുണ്ട്, എന്നെ തിരിച്ചറിഞ്ഞ് എൻ്റേതായി മാറിയല്ലോ. ഇന്ന് ഈ മേളയിലും ആദ്യമായി വന്നവരാണെന്നിരിക്കട്ടെ, എങ്കിൽ പോലും ബാബ എന്ന് പറഞ്ഞു. അപ്പോൾ ബാബയുടെ സ്നേഹത്തിന് പാത്രമാണ്. ബാബ്ദാദയ്ക്ക് 4 ഭാഗത്തുമുള്ള സർവ്വ കുട്ടികളും സർവരേക്കാൾ പ്രിയമാണ്. അതേപോലെ തന്നെ ഫോളോ ഫാദർ. ആരും അപ്രിയമല്ല, സർവരും പ്രിയമാണ്. നോക്കൂ, കുട്ടികൾ എൻ്റെ ബാബ എന്ന് പറയുന്നു.
അപ്പോൾ എൻ്റേത് എന്നത് ഏതൊന്നാണ് കൊണ്ടുവന്നത്? സ്നേഹം. ആരെല്ലാം ഇവിടെ ഇരിക്കുന്നുവോ അവർ മനസ്സിലാക്കുന്നു സ്നേഹമാണ് ബാബയുടേതാക്കി മാറ്റിയത്. ബാബയുടെ സ്നേഹം കാന്തമാണ്. സ്നേഹത്തിൻ്റെ കാന്തത്തിലൂടെ ബാബയുടേതായി മാറി. ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം പറയുക മാത്രം ചെയ്യുന്ന സ്നേഹമല്ല. ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനാണ്. കൂടിക്കാഴ്ച നടത്താൻ എന്തുകൊണ്ടാണ് വരുന്നത്? സ്നേഹമാണല്ലോ കൊണ്ടുവന്നത്. ആരെല്ലാം ഇവിടെ ഇരിക്കുകയാണോ, വന്നിരിക്കുകയാണോ, എന്തുകൊണ്ടാണ് വന്നത്? സ്നേഹം ആകർഷിച്ചുവല്ലോ. സ്നേഹവും എത്രത്തോളമുണ്ട്? 100% ആണോ അതോ കുറവാണോ? സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ 100% ആണ് എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തു. സ്നേഹത്തിൽ 100%, അല്പം പോലും കുറവില്ലല്ലോ. ശരി, അപ്പോൾ ഇത്രയും തന്നെ സ്നേഹം പരസ്പരം ബ്രാഹ്മണരിൽ ഉണ്ടോ? ഇതിൽ കൈ ഉയർത്തിക്കട്ടെ. ഇതിൽ പെർസെൻറ്റേജ് ഉണ്ട്. ഏതുപോലെ ബാബയ്ക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്, അതേപോലെ തന്നെ കുട്ടികളുടേതും സർവരോടുമുള്ള സ്നേഹമാണ്. സർവരുടെയും സ്നേഹി. മറ്റുള്ളവരുടെ ദൗർബല്യം നോക്കാതിരിക്കൂ. അഥവാ ആരെങ്കിലും സംസ്കാരത്തിന് വശംവദരാണെങ്കിൽ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്? വശംവദർ ആയവരെയാണോ? താങ്കൾ വശീകരണ മന്ത്രം നൽകുന്നവരാണ്. വശപ്പെട്ടിരിക്കുന്നതിൽ നിന്നും മോചിപ്പിക്കുന്ന മന്ത്രം മോചിപ്പിക്കുന്നവരാണല്ലോ. അതോ കാണപ്പെടുന്നുണ്ട് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണോ? അഥവാ ഏതെങ്കിലും മോശമായ വസ്തു കാണപ്പെടുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? നോക്കിക്കൊണ്ടിരിക്കുമോ അതോ അകന്നു മാറുമോ? കാരണം ബാബ്ദാദ കണ്ടു, ആരാണോ ഹൃദയപൂർവ്വം സ്നേഹിയായവർ, ബാബയുടെ ഹൃദയത്തിൻ്റെ സ്നേഹികൾ, സർവരുടെയും സ്നേഹി തീർച്ചയായും ആയിരിക്കും. സമ്പന്നവും സമ്പൂർണവും ആകുന്നതിൻ്റെ വളരെ സഹജ വിധിയാണ് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം. ആര് എത്ര തന്നെ ജ്ഞാനി ആയിക്കൊള്ളട്ടെ, എന്നാൽ അഥവാ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമില്ലെങ്കിൽ ബ്രാഹ്മണ ജീവിതത്തിൽ രമണീക ജീവിതം ഉണ്ടായിരിക്കില്ല, വരണ്ട ജീവിതമായിരിക്കും. കാരണം ജ്ഞാനത്തിൽ സ്നേഹം കൂടാതെ അഥവാ ജ്ഞാനമാണ് ഉള്ളതെങ്കിൽ ജ്ഞാനത്തിൽ ചോദ്യം ഉയരുന്നു, എന്തുകൊണ്ട്, എന്ത് എന്ന്. എന്നാൽ സ്നേഹം ജ്ഞാനസഹിതമാണെങ്കിൽ സ്നേഹി സദാ സ്നേഹത്തിൽ ലവ്ലീൻ ആയിരിക്കുന്നു. സ്നേഹിക്ക് ഓർമ്മിക്കുന്നതിൻ്റെ പ്രയത്നം ചെയ്യേണ്ടി വരുന്നില്ല. കേവലം ജ്ഞാനിയാണ് സ്നേഹിയല്ലെങ്കിൽ പ്രയത്നിക്കേണ്ടി വരും. അവർ പ്രയത്നത്തിൻ്റെ ഫലം കഴിക്കുന്നു, മറ്റവർ സ്നേഹത്തിൻ്റെ ഫലം കഴിക്കുന്നു. ജ്ഞാനം ബീജമാണ്, എന്നാൽ ജലമാണ് സ്നേഹം. അഥവാ ബീജത്തിന് സ്നേഹത്തിൻ്റെ ജലം ലഭിക്കുന്നില്ലെങ്കിൽ ഫലം വരുന്നില്ല. അപ്പോൾ ഇന്ന് ബാബ്ദാദ സർവ്വ കുട്ടികളുടെയും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം ചെക്ക് ചെയ്യുകയായിരുന്നു, ബാബയോടായാലും സർവരോടായാലും. അപ്പോൾ താങ്കൾ ഏവരും സ്വയം എന്തായാണ് മനസ്സിലാക്കുന്നത്? സ്നേഹിയാണോ? സ്നേഹിയാണോ? ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹിയാണ് എന്ന് ആര് മനസ്സിലാക്കുന്നോ അവർ കൈ ഉയർത്തു. സഭയിലെ മെജോറിറ്റിയും കൈ ഉയർത്തി. ശരി, സർവരുടെയും സ്നേഹിയാണ്. ബാബയുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹിയാണ്. സർവരുടെയും സ്നേഹിയാണോ? സർവരുടെയുമാണോ? ഇത് എൻ്റെ സഹോദരിയും സഹോദരനുമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ടോ? ഇവർ എൻ്റേതാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ടോ? അതോ ചിലരാണ് മനസ്സിലാക്കുന്നത്? ഏതുപോലെ ബാബയുടെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും കൈ ഉയർത്തുന്നു, അതെ ബാബയുടെ സ്നേഹിയാണ് എന്ന്. അതേപോലെ താങ്കൾ ഓരോരുത്തരുടെയും കാര്യത്തിൽ കൈ ഉയർത്തുമോ? അതെ, ഇവർ സർവരുടെയും സ്നേഹിയാണ്. ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുമോ? കാരണം ബാബ്ദാദ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേവലം ബാബയിൽ നിന്നും സർട്ടിഫിക്കറ്റ് നേടിയാൽ പോരാ, ബ്രാഹ്മണ പരിവാരത്തിൽ നിന്നുകൂടി നേടണം. കാരണം ഈ സമയത്ത് ബാബ ധർമ്മവും രാജ്യവും രണ്ടും ഒരുമിച്ച് സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിൽ കേവലം ബാബ മാത്രമായിരിക്കില്ല ഉണ്ടാവുക, പരിവാരവും ഉണ്ടാവും. ബാബയുടെയും പ്രിയപ്പെട്ടവർ, പരിവാരത്തിൻ്റെയും പ്രിയപ്പെട്ടവർ.
ജ്ഞാനി ആയി മാറി. എന്നാൽ ഒപ്പം സ്നേഹി ആകേണ്ടതും ആവശ്യമാണ്. സമ്മാനത്തിൽ ഇരിക്കണം, ബഹുമാനം നൽകണം, ഇവ രണ്ടും ആവശ്യമാണ്. ബ്രാഹ്മണ ജന്മം എടുത്തപ്പോൾ തന്നെ ബാബ ഓരോ കുട്ടിക്കും ബഹുമാനം നൽകി. അപ്പോഴാണ് ഉയർന്നവർ ആയത്. ഈ ഒരു ജന്മത്തിൽ ബഹുമാനം നൽകണം. മുഴുവൻ കൽപ്പത്തിലും അതിൻ്റെ പ്രാപ്തിയായി ബഹുമാനം പ്രാപ്തമാകുന്നു. പകുതി കൽപ്പം രാജ്യ അധികാരിയുടെ ബഹുമാനം ലഭിക്കുന്നു. പകുതി കൽപ്പം ഭക്തിയിൽ ഭക്തരിലൂടെ ബഹുമാനം ലഭിക്കുന്നു. എന്നാൽ മുഴുവൻ കൽപ്പത്തിൽ ഇതിൻ്റെ ആധാരമാണ് ഈ ഒരു ജന്മത്തിൽ ബഹുമാനം നൽകുക, ബഹുമാനം നേടുക. ബാബ് ദാദ ഇപ്പോൾ കാണുകയാണ് 4 ഭാഗത്തും. വിദേശത്ത് ചിലർ രാത്രിയിലും ചിലർ പകലും കൂടിക്കാഴ്ച ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല പുരുഷാർത്ഥത്തിൻ്റെ ഗതി വർദ്ധിപ്പിക്കുന്നതിനായി താങ്കൾക്ക് നല്ല ദാദിയെയും ജാനകി ദാദിയെ ലഭിച്ചു. ഇങ്ങനെയാണല്ലോ. അല്പമെങ്കിലും ഏതെങ്കിലും കുറവ് കാണുകയാണെങ്കിൽ ഉടൻ ക്ലാസ്സിന്മേൽ ക്ലാസ് നടത്തുന്നു. ഏതൊരു കുട്ടിക്ക്, ദേശത്തുള്ളവരായാലും വിദേശത്തുള്ളവരായാലും, ഏതെങ്കിലും സബ്ജക്റ്റിൽ പ്രയത്നം തോന്നുന്നുവെങ്കിൽ അതിൻ്റെ മുഖ്യ കാരണമാണ് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ കുറവ്. സ്നേഹം എന്നാൽ ലവ്ലീൻ, ഓർമ്മിക്കേണ്ടി വരുന്നില്ല. ഓർമ്മ മറക്കുന്നത് പ്രയാസമാകുന്നു. അഥവാ പ്രയത്നിക്കേണ്ടി വരുന്നുവെങ്കിൽ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം ചെക്ക് ചെയ്യൂ. എവിടെയെങ്കിലും ലീക്കേജ് ഇല്ലല്ലോ. ഏതെങ്കിലും വ്യക്തിയോടുള്ള മോഹമായാലും, വ്യക്തിയുടെ വിശേഷതയോടായാലും, ഏതെങ്കിലും സാധനങ്ങളോടായാലും, സൗകര്യങ്ങളോടായാലും, എക്സ്ട്രാ സൗകര്യങ്ങളോട്. നിയമം അനുസരിച്ചുള്ള സൗകര്യങ്ങൾ ശരിയായതാണ്. എന്നാൽ എക്സ്ട്രാ സൗകര്യങ്ങളോടും സ്നേഹം ഉണ്ട്, മോഹം ഉണ്ട്. ആ സൗകര്യങ്ങൾ ഓർമ്മ വരുന്നുകൊണ്ടിരിക്കും. അതിൻ്റെ അടയാളമാണ് എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടായിരിക്കുകയാണെങ്കിൽ സദാ ജീവിതത്തിൽ ഏതെങ്കിലും കാരണത്താൽ സന്തുഷ്ടതയുടെ അനുഭൂതി ഉണ്ടാവുകയില്ല. ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ അസന്തുഷ്ടതയുടെ അനുഭവം ഉണ്ടാക്കിക്കും. സന്തുഷ്ടത എവിടെ ഉണ്ടായിരിക്കുമോ അതിൻ്റെ അടയാളമാണ് സദാ പ്രസന്നത ഉണ്ടായിരിക്കും. സദാ ആത്മീയ റോസാപുഷ്പം പോലെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കും, വിടർന്നിരിക്കും. മൂഡ് ഓഫ് ആവുകയില്ല. സദാ ഡബിൾ ലൈറ്റ്. അപ്പോൾ മനസ്സിലായോ? പ്രയത്നത്തിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെടൂ. ബാപ്ദാദയ്ക്ക് കുട്ടികളുടെ പ്രയത്നം നല്ലതായി തോന്നുന്നില്ല. പകുതി കൽപ്പം പ്രയത്നിച്ചു, ഇപ്പോൾ ആഹ്ലാദിക്കൂ. സ്നേഹത്തിൽ ലവ്ലീനമായി ജ്ഞാനസാഗരത്തിൻ്റെ അടിത്തട്ടിൽ അനുഭവങ്ങളുടെ മുത്തുകൾ അനുഭവിക്കൂ. കേവലം മുങ്ങിയ ശേഷം സാഗരത്തിൽ നിന്നും പുറത്തു വരരുത്. ലവ്ലീൻ ആയിരിക്കൂ. എല്ലാവരും കൂടെയിരിക്കും, കൂടെ പോകും എന്ന വാഗ്ദാനം ചെയ്തുവല്ലോ. വാഗ്ദാനം ചെയ്തുവോ? കൂടെ പോകുമോ അതോ പിന്നാലെ പിന്നാലെ വരുമോ? ആരാണോ കൂടെ പോകുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നത് അവർ കൈ ഉയർത്തൂ. തയ്യാറാണോ? ചിന്തിച്ച് ഉയർത്തൂ. തയ്യാറാണ് എന്നാൽ ബാബയ്ക്ക് സമാനമാണ് എന്നർത്ഥം. ആരാണ് കൂടെ പോവുക? സമാനം ആയവരാണല്ലോ പോവുക. അപ്പോൾ പോകുമോ? എവർ റെഡിയാണോ? ആദ്യത്തെ ലൈൻ എവർ റെഡിയാണോ? നാളെ പോകുന്നതിന് വേണ്ടി ഓർഡർ ചെയ്യട്ടെ, പോകുമോ? ശരി. പ്രവൃത്തിയിലുള്ളവർ പോകുമോ? കുട്ടികൾ ഓർമ്മ വരില്ലേ? മാതാക്കൾ പോകുമോ? മാതാക്കൾ തയ്യാറാണോ? ഒരു വസ്തുവും ഓർമ്മ വരില്ലേ? ടീച്ചേഴ്സിന് സെൻറ്റർ ഓർമ്മ വരികയും ജിജ്ഞാസുക്കൾ ഓർമ്മ വരികയും ചെയ്യുമോ? ഓർമ്മ വരില്ലേ? നല്ലത്. എല്ലാവരും നിർമോഹി ആയി കഴിഞ്ഞുവോ? എങ്കിൽ പിന്നെ വളരെ നല്ല കാര്യമാണ്. പിന്നെ പ്രയത്നിക്കേണ്ടി വരികയില്ലല്ലോ. ഇന്ന് ബാബ്ദാദ എല്ലാവരെയും മുന്നിൽ ഇരിക്കുകയാണെങ്കിലും ദൂരെ ഇരിക്കുകയാണെങ്കിലും ബാബയുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. എല്ലാവരെയും ഇന്നത്തെ ദിവസം പ്രയത്നമുക്തം ആക്കുവാൻ ആഗ്രഹിക്കുന്നു. ആകുമോ? കൈയടിച്ചു. ആകുമോ? നാളെ മുതൽ
ആരും ദാദിമാരെ സമീപിക്കുകയില്ല, പ്രയത്നം ഉണ്ടാക്കിക്കുകയില്ലല്ലോ. ആഹ്ലാദത്തോടെ കണ്ടുമുട്ടും. സോൺ ഹെഡിനെ സമീപിക്കുകയില്ല, കംപ്ലൈൻറ്റ് ചെയ്യുകയില്ല. കംപ്ലീറ്റ്. ശരിയാണോ? ഇപ്പോൾ കൈ ഉയർത്തൂ. നോക്കൂ, ചിന്തിച്ച് കൈ ഉയർത്തണം, വെറുതെ ഉയർത്തരുത്. ഒരു കംപ്ലൈൻറ്റും പാടില്ല. യാതൊരു എൻ്റേത് എൻ്റേത് എന്നതില്ല. എൻ്റേതായി ആരുമില്ല. ഞാൻ എന്നതുമില്ല, എൻ്റേതെന്നതും ഇല്ല. സമാപ്തം. നോക്കൂ, വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നല്ലതാണ്. ആശംസകൾ. എന്നാൽ എന്താണ്? വാഗ്ദാനത്തിൻ്റെ നേട്ടം എടുക്കുന്നില്ല. വാഗ്ദാനം വളരെ വേഗം ചെയ്യുന്നു, എന്നാൽ നേട്ടം എടുക്കുന്നതിനായി ദിവസവും ഒന്നാമതായി റിയലൈസേഷൻ, രണ്ടാമതായി റിവൈസ് ചെയ്യൂ. നേട്ടത്തെ ദിവസവും റിവൈസ് ചെയ്യൂ. എന്ത് വാഗ്ദാനമാണ് ചെയ്തതെന്ന്. അമൃതവേളയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാഗ്ദാനവും നേട്ടവും രണ്ടിൻ്റെയും ബാലൻസിൻ്റെ ചാർട്ട് വയ്ക്കൂ. എന്ത് വാഗ്ദാനം ചെയ്തു? എന്ത് നേട്ടം എടുത്തുകൊണ്ടിരിക്കുകയാണ്? റിയലൈസ് ചെയ്യൂ, റിവൈസ് ചെയ്യൂ. ബാലൻസ് ഉണ്ടാകും. അപ്പോൾ ശരിയായിക്കൊള്ളും. ബാബ് ദാദയ്ക്കറിയാം, മീറ്റിങ്ങിലുള്ളവരും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ബാബ് ദാദ കണ്ടു, വളരെ നല്ല നല്ല പ്ലാൻ ഉണ്ടാക്കുന്നു. ബാബ് ദാദയ്ക്ക് ഇഷ്ടമാണ്. ബാബ് ദാദ എന്താണ് ആഗ്രഹിക്കുന്നത്? ബാബ് ദാദ കേവലം ഒരു വാക്ക് ആഗ്രഹിക്കുന്നു. ഒരു വാക്കാണ്, സഫലമാക്കൂ, സഫലമാകൂ. ഏതെല്ലാം ഖജനാവുകളുണ്ടോ, ശക്തികളുണ്ടോ, സങ്കല്പമുണ്ടോ, വാക്കുണ്ടോ? കർമ്മവും ശക്തിയാണ്. ഈ സമയവും ശക്തിയാണ്, ഖജനാവാണ്. എല്ലാത്തിനെയും സഫലമാക്കണം. സ്ഥൂലധനം ആകട്ടെ, അലൗകിക ഖജനാവാകട്ടെ, എല്ലാം സഫലമാക്കണം. സഫലതാമൂർത്തിയുടെ സർട്ടിഫിക്കറ്റ് നേടുക തന്നെ വേണം. സഫലമാക്കൂ, സഫലമാക്കിക്കൂ. അഥവാ ആരെങ്കിലും അസഫലം ആക്കുകയാണെങ്കിൽ വാക്കുകളിലൂടെയുള്ള ശിക്ഷണമല്ല, തൻ്റെ ശുഭഭാവനയും ശുഭകാമനയും സദാ ശുഭ ബഹുമാനവും നൽകുന്നതിലൂടെ സഫലമാക്കിക്കൂ. കേവലം ശിക്ഷണം നൽകാതിരിക്കൂ. അഥവാ ശിക്ഷണം നൽകേണ്ടി വരുന്നുവെങ്കിൽ ക്ഷമയും ശിക്ഷണവും. ക്ഷമാരൂപമായി ശിക്ഷണം നൽകൂ. മേഴ്സിഫുൾ ആകൂ, ദയാഹൃദയരാകൂ. താങ്കളുടെ മേഴ്സിഫുൾ രൂപം തീർച്ചയായും ശിക്ഷണത്തിൻ്റെ ഫലം കാണിക്കും. നോക്കൂ, ഇക്കാലത്ത് സയൻസിൻ്റെ മേഖലയിലുള്ള ഡോക്ടേഴ്സും എപ്പോഴാണോ ഓപ്പറേഷൻ ചെയ്യുന്നത്, അപ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ആദ്യം ഉറക്കുന്നു, പിന്നെ മുറിക്കുന്നു. ആദ്യമേ തന്നെ മുറിക്കുന്നില്ല. ടിഞ്ചർ പുരട്ടുന്നു. അപ്പോൾ ആദ്യം ഊതുന്നു, പിന്നെ ടിഞ്ചർ പുരട്ടുന്നു. അപ്പോൾ താങ്കളും ആദ്യം മേഴ്സിഫുൾ ആകൂ, പിന്നീട് ശിക്ഷണം നൽകൂ. അപ്പോൾ പ്രഭാവമിടും. ഇല്ലെങ്കിൽ എന്തുണ്ടാകുന്നു? താങ്കൾ ശിക്ഷണം നൽകാൻ തുടങ്ങുന്നു. അവർ ഇതിനകം തന്നെ താങ്കളേക്കാൾ കൂടുതൽ ശിക്ഷകനാണ്. അപ്പോൾ ശിക്ഷകൻ്റെ ശിക്ഷണം മാനിക്കുന്നില്ല. ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യൂ എന്ന് ഏതൊരു പോയിന്റാണോ താങ്കൾ നൽകുന്നത്, അവരുടെ പക്കൽ ഖണ്ഡിക്കുവാനുള്ള 10 പോയിന്റ്സ് ഉണ്ടാകും. അതിനാൽ ക്ഷമയും ശിക്ഷണവും ഒരുമിച്ചുണ്ടാകണം. അപ്പോൾ ഈ 70-ാം വർഷത്തിൻ്റെ തീമാണ് സഫലമാക്കൂ, സഫലം ആക്കിക്കൂ. സഫലതാമൂർത്തിയാകൂ, എല്ലാം സഫലമാക്കൂ. ഡബിൾ ലൈറ്റ് ആകണമല്ലോ, അപ്പോൾ സഫലമാക്കൂ. സംസ്കാരത്തെയും സഫലമാക്കൂ. എന്താണോ ഒറിജിനൽ താങ്കളുടെ ആദി സംസ്കാരം, ദേവതാ സംസ്കാരം, ആത്മാവിൻ്റെ അനാദി സംസ്കാരം, അതിനെ എമർജ് ചെയ്യൂ. തലകീഴായ സംസ്കാരങ്ങളെ സംസ്കരിക്കൂ. ആദി അനാദി സംസ്കാരം എമർജ് ചെയ്യൂ. ഇപ്പോൾ എല്ലാവരുടെയും കംപ്ലൈൻറ്റ് വിശേഷിച്ച് ഒന്നു തന്നെയാണ് അവശേഷിച്ചിരിക്കുന്നത്. സംസ്കാരം മാറുന്നില്ല, സംസ്കാരം മാറുന്നില്ല. എല്ലാവരും പ്രയത്നമുക്തത്തിൻ്റെ വാഗ്ദാനം ചെയ്തുവല്ലോ. എല്ലാവരും കൈ ഉയർത്തി. ശരി, ഇവരുടെ ഫോട്ടോ എടുക്കൂ. ഇപ്പോൾ 1 മിനിറ്റിലേക്ക് തൻ്റെ ഹൃദയത്തിൽ നിന്നും ഈ വാഗ്ദാനത്തിന് ദൃഢതയുടെ അണ്ടർലൈൻ വരയ്ക്കൂ.
തൻ്റെ മനസ്സിൽ ഉറപ്പിക്കൂ. ഡ്രിൽ ചെയ്യിച്ചു. ശരി. സർവ 4 ഭാഗത്തുമുള്ള സമാനധാരികളായ കുട്ടികൾക്ക് സദാ ബാബയുടെ ഹൃദയത്തിൻ്റെ സ്നേഹിയും സർവരുടെയും സ്നേഹിയുമായ ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സദാ പ്രയത്നമുക്തവും ജീവൻ മുക്തവുമായി അനുഭവിക്കുന്ന തീവ്ര പുരുഷാർത്ഥികളായ കുട്ടികൾക്ക് സദാ വാഗ്ദാനവും വാഗ്ദാനത്തിൻ്റെ നേട്ടവും എടുക്കുന്നവർക്ക് ബാലൻസ് വയ്ക്കുന്ന ബ്ലിസ്ഫുള്ളായ കുട്ടികൾക്ക് സദാ ആഹ്ലാദത്തിൽ ഇരിക്കുന്നവർക്ക് ആഹ്ലാദത്തിൽ മറ്റുള്ളവരെയും ഇരുത്തുന്നവർക്ക് ഇങ്ങനെയുള്ള സംഗമയുഗി ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ അധികാരി കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും ദിലാരാമൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങളും സ്വീകരിച്ചാലും. സ്നേഹസ്മരണകളും നമസ്തേയും. ദാദിമാരോട്, ഓക്കെ ആണല്ലോ? എല്ലാവരും താങ്കളെ കണ്ട് സന്തോഷിക്കുന്നു. ബാബയും കുട്ടികളും രണ്ടുപേരെയും കണ്ട് സന്തോഷിക്കുന്നു. രണ്ടും സമാനമാണ്. എല്ലാവരും സിഖില്ലതയാണ്. എല്ലാവർക്കും ദാദിമാരോട് വിശേഷ സ്നേഹമുണ്ടല്ലോ. വളരെ സ്നേഹമുണ്ട്. കാരണം ആരാണോ നിമിത്തമാകുന്നത്, അപ്പോൾ നിമിത്തമാകുന്നവരുടെ മേൽ ഉത്തരവാദിത്വവുമുണ്ട്. അപ്പോൾ സ്നേഹവും ഇത്രയും ഉണ്ടായിരിക്കും. കാരണം എല്ലാവരുടെയും സ്നേഹത്തിൻ്റെയും ആശീർവാദങ്ങളുടെയും ലിഫ്റ്റ് അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നു. നിമിത്തമാകുന്ന താങ്കൾക്കും ലിഫ്റ്റ് ലഭിക്കുന്നു. കാരണം ലിഫ്റ്റിൻ്റെ ഗിഫ്റ്റ് നിലനിർത്തുകയാണെങ്കിൽ വളരെയധികം നേട്ടമുണ്ടാകും. ഈ എക്സ്ട്രാ വരദാനം ലഭിക്കുന്നു. ഏതെങ്കിലും കാര്യത്തിൽ, ഈശ്വരീയ കാര്യത്തിൽ അഥവാ യജ്ഞ സേവനത്തിൽ ആരാണോ വിശേഷിച്ച് നിമിത്തമാകുന്നത് അവർക്ക് ആശീർവാദങ്ങളും സ്നേഹവും രണ്ടിൻ്റെയും ലിഫ്റ്റ് ലഭിക്കുന്നു. സ്നേഹവും ഇങ്ങനെയുള്ള ഒരു വസ്തുവാണ്. അത് എന്തിൽ നിന്നും എന്താക്കി മാറ്റുന്നു. ഇന്ന് ലോകത്തിലും എന്ത് വേണം എന്ന് ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയും, സ്നേഹം വേണം, ശാന്തി വേണം. അതും സ്നേഹത്തിലൂടെ ലഭിക്കും. അപ്പോൾ സ്നേഹം, ആത്മീയ സ്നേഹം എല്ലാത്തിലും ശ്രേഷ്ഠമാണ്. ശരി. വരദാനം. കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ തെറ്റ് പറ്റാത്തവരാകുന്ന നിരന്തര യോഗിയായി ഭവിക്കട്ടെ. ഏതു കുട്ടികളാണോ സ്വയം ബാബയോടൊപ്പം കമ്പൈൻഡായി അനുഭവിക്കുന്നത് അവർക്ക് നിരന്തര യോഗീഭവ എന്ന വരദാനം സ്വതവേ ലഭിക്കുന്നു. കാരണം അവർ എവിടെ കഴിഞ്ഞാലും കൂടിക്കാഴ്ചയുടെ മേള നടന്നുകൊണ്ടിരിക്കുന്നു. അവരെ ആര് എത്ര തന്നെ മറപ്പിക്കാൻ ശ്രമിച്ചു കൊള്ളട്ടെ, എന്നാൽ അവർ തെറ്റ് പറ്റാത്തവരാകുന്നു. ആരാണോ ബാബയ്ക്ക് അതിപ്രിയരായ ഇങ്ങനെയുള്ള തെറ്റ് പറ്റാത്ത കുട്ടികൾ, അവർ തന്നെയാണ് നിരന്തര യോഗി. കാരണം സ്നേഹത്തിൻ്റെ അടയാളമാണ് സ്വതവേ ഉള്ള ഓർമ്മ. അവരുടെ സങ്കല്പമാകുന്ന നഖത്തെ പോലും മായയ്ക്ക് ഇളക്കുവാൻ കഴിയില്ല. സ്ലോഗൻ. കാരണം കേൾപ്പിക്കുന്നതിന് പകരം അതിൻ്റെ നിവാരണം നടത്തൂ. അപ്പോൾ ആശീർവാദങ്ങളുടെ അധികാരിയായി മാറും. അവ്യക്ത സൂചന. ആത്മീയ സ്ഥിതിയിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. അന്തർമുഖിയാകൂ. അന്തർമുഖിയായി ജ്ഞാന മനനത്തിൻ്റെ അഭ്യാസത്തിലൂടെ അലൗകിക ലഹരിയിൽ സദാ ലഹരിയോടെ ഇരിക്കൂ. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ നേർക്ക് ആകർഷിക്കുകയില്ല. ഇതുപോലെ മിലിറ്ററിയിലുള്ളവർ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നു. അപ്പോൾ പുറമേയുള്ള ബോംബുകളുടെയും മറ്റും പ്രഭാവം ഉണ്ടാകുന്നില്ല. ഇതേപോലെ താങ്കൾ അന്തർമുഖി അണ്ടർഗ്രൗണ്ട് ആത്മീയ സ്ഥിതിയിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. അപ്പോൾ ബഹിർമുഖതയുടെ കാര്യങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുകയില്ല. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ശാന്തി സാഗരമായ ബാബയുമായി കമ്പൈൻഡായി ഇരിക്കുമ്പോൾ ഞാൻ മാസ്റ്റർ ശാന്തി സാഗരമായി മാറുന്നു.
ഈ അവസ്ഥയിൽ എൻ്റെ ചിത്തം പരിപൂർണ ശാന്തതയിലാണ്. എൻ്റെ വൃത്തി ആത്മീയവും ശക്തിശാലിയുമാണ്. വിശ്വത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ശാന്തിയുടെ അവതാരമായി മാറുന്നു. ഞാൻ എൻ്റെ ശക്തിശാലി വൃത്തിയിലൂടെ ശാന്തിയുടെ വൈബ്രേഷൻസ് വിശ്വത്തിൽ വ്യാപിപ്പിക്കുകയാണ്. ശാന്തിയുടെ വായുമണ്ഡലം ഈ വിശ്വത്തിൽ രചിക്കപ്പെടുന്നു. ശാന്തിയുടെ സാഗരമായ ബാബയുമായി കമ്പൈൻഡ് ആയിരുന്ന ശാന്തിയുടെ കിരണങ്ങൾ വിശ്വത്തിലേക്ക് അയക്കുമ്പോൾ അശാന്തരായ ആ ആത്മാക്കളുടെ വൃത്തി പരിവർത്തനപ്പെടുകയാണ്. അവരുടെ ചിത്തത്തിൽ ശാന്തത നിറയുകയാണ്.